വക പൊതിരെ തല്ലും കൊടുത്ത് കിടത്തിയേക്കുക. ഓക്കെ ഹരീന്ദ്ര, സമയം കളയണ്ട, ഇവനെടുത്ത് ആ സൈഡിലേക്ക് കളഞ്ഞേക്കാം. ശരി സാർ. പിടിച്ചോ. ആ സി കേസിന്റെ സാധനങ്ങളെല്ലാം കാറിലുണ്ടല്ലോ. ആ ചാക്കിട്ടൊക്കെ പുറകിലുണ്ട്. സി കെ സിയുടെ സർവ്വ കള്ളപ്പണവും ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലായി. ഇനി എന്താ ചെയ്യേണ്ടത്? ഹരീന്ദ്ര, കാർ എടുക്ക്. ശരി സാർ. എന്റെ പിന്നാലെ വാ, കേറ്. എന്താ ഇത്? ചാക്ക് നിറയെ നോട്ട് കെട്ടുകളോ? സാറേ ഇതാ ഇത് നോക്കിയേ, ഇതിൽ നിറയെ ഗോൾഡുകളും ഉണ്ട്. ദേ ഇതിൽ കുറെ ഫയലുകളും ഉണ്ട്. ഇയാള് വല്ലാത്ത സാധനമാണല്ലോ ഗൗതം. ഞാൻ കരുതിയതിനേക്കാളൊക്കെ അപ്പുറമാണ്. ഇത് മുഴുവൻ സർക്കാരിന് ടാക്സ് അടയ്ക്കാത്ത കള്ളപ്പണവും നാട്ടുകാരെ പറ്റിച്ച സമ്പത്തുമാണ്. ഇവനൊന്നും വെറുതെ വിടരുത് സാർ, നല്ല പണി കൊടുക്കണം. ഇത്രയൊക്കെ കള്ളപ്പണം സമ്പാദിച്ചു കൂട്ടിയിട്ടും ഇപ്പോഴും ആർത്തി പിടിച്ച് നടക്കല്ലേ അയാള്. സി കെ സി പോലെ ഉള്ളവന്മാർക്ക് പണം ഒരു ലഹരിയാ. എത്ര കിട്ടിയാലും മടുക്കില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ ഗൗതം? വേറെന്ത് ചെയ്യാൻ? ഈ കള്ളപ്പണം കൊണ്ട് തന്നെ ചില കള്ളന്മാരെ ഞാൻ ഒതുക്കും. സോയിൽ ടെസ്റ്റിംഗിന്റെ റിസൾട്ട് ഞാൻ വാങ്ങുകയും ചെയ്യും. ഹരി, സി കെ സിയുടെ കാർ അയാളുടെ വീടിന്റെ മുന്നിൽ കൊണ്ടിട്ടേക്ക്. നാളെ ഒരു പുതിയ കളി തുടങ്ങാൻ പോവാ. കള്ളം ചെയ്തവനെയും ചെയ്യിച്ചവനെയും ഞാൻ കൊടുക്കും. ഇന്നലെ ഗോഡൌണിലേക്ക് പോയ ആ സുഭാഷ് പിന്നെ വിളിച്ചേയില്ലല്ലോ. അവൻ അവിടെ കിടന്ന് ഉറങ്ങിക്കാണോ? ഇന്നലെ രാത്രി വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ലല്ലോ. മുതലാളിയാണല്ലോ വിളിക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് മുതലാളി. നീ ഇത് എവിടെ പോയി കിടക്കുകയാണ്? വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തത്? തന്നു വിട്ട സാധനം നീ ഗോഡൌണിൽ കൊണ്ട് വെച്ചോ? മുതലാളി, ഒരബദ്ധം പറ്റി. കാറ് അയ്യോ, കാറെവിടെ? കാറെവിടെയെന്നോ? അത് എന്നോടാണോ ചോദിക്കുന്നത്? സാറേ, ഇന്നലെ രാത്രി ഒരു അബദ്ധം പറ്റി. എന്നെ ഇന്നലെ വഴി വെച്ച് ചിലരാക്രമിച്ച് എൻ്റെ മുഖത്ത് മയക്കുന്ന സ്പ്രേ അടിച്ച് കാർ അവരെടുത്തിട്ട് പോയെന്നാ തോന്നുന്നത്. അപ്പൊ ഞാൻ തന്നുവിട്ട സാധനങ്ങളോ? അത് ആക്രിയല്ലേ സാറേ, അത് പോട്ടെന്ന് വെക്കാം. അതുപോലെയാണോ കാറ്? സ്റ്റൂപ്പിഡ്, നിന്റെ ഒരു ആക്രി. ആ ചാക്കുകെട്ടുകളിൽ എന്താ ഉണ്ടായിരുന്നെന്നറിയോ? കോടിക്കണക്കിന് രൂപയാ. സ്വർണ്ണമാ. സ്വർണ്ണോ? നീങ്ങ വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വെറുതെ വിടില്ല നിന്നെ, റാസ്കൽ. അപ്പൊ ഇതിലെന്തോ ചീറ്റിംഗ് നടന്നിട്ടുണ്ടല്ലോ. ഇൻകം ടാക്സ് റെയ്ഡ് എന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നല്ലോ. ആരായിരിക്കും ഇത് ചെയ്തത്? അച്ഛാ, ഫോണോ അച്ഛാ? ഇപ്പൊ തരാം. നിനക്ക് ഫോണിൽ കളി കുറച്ച് കൂടുതലാ. അങ്ങനെ ഇപ്പൊ ഫോൺ തരുന്നില്ല. ഉള്ള ബുദ്ധിയോടെ ഇല്ലാതാക്കാനാ. പോയിരുന്നു പഠിക്കാൻ നോക്ക്. ഇതിന് എത്രയാ? 50. അച്ഛാ അച്ഛാ പ്ലീസ് അച്ഛാ, ഫോണോ അച്ഛാ? പോയിരുന്നു പഠിക്കണേ. അന്ന് ആ മയക്കുമരുന്ന് കൊടുത്ത പെണ്ണല്ലേ വരുന്നത്? അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയില്ലല്ലോ. കരിക്ക് വേണം മാഡം? വേണമല്ലോ, മയക്കുമരുന്ന് കലർത്തിയ ഒരു കരിക്ക് വേണം.
പരിക്ക് വെട്ടി അതിൽ മയക്കുമരുന്ന് കലർത്തി ഒരു പെണ്ണിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയ പിടിക്കപ്പെടില്ലെന്ന് കരുതിയോ താൻ? മാഡം പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്നെ തനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് മാഡത്തെ കണ്ടതായിട്ട് ഓർമ്മയില്ല. ആര് മയക്കുമരുന്ന് കലർത്തിയെന്നാ ഈ പറയുന്നേ? അത്രയ്ക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ച് തരാം. ദേ, ഇതൊന്ന് കണ്ടു നോക്ക്. കണ്ടു നോക്ക്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ വ്യക്തമായിട്ടങ്ങ് പറഞ്ഞുതരാം. ദേ, ആ ഇരിക്കുന്ന ക്യാമറയിൽ കിട്ടിയ ദൃശ്യങ്ങളാണ് ഇപ്പൊ കണ്ടത്. ഇതിൽ മാറി നിന്ന് സംസാരിക്കുന്നതിൽ ഒരാള് നിങ്ങളാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. മറ്റവളാണ് നിധി. അവളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് താൻ എനിക്ക് തന്ന കരിക്കില് വിഷം ചേർത്തു അല്ലേ? മാഡം, അത് ഞാൻ അത് ഇതൊന്നും പറയണ്ട. താനാണിത് ചെയ്തെന്നുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. ദേ, ഈ നിൽക്കുന്ന തന്റെ ഭാര്യ, ഇവൾ അതിന് ദൃക്സാക്ഷിയാ. രണ്ടെണ്ണത്തിനെ ഞാൻ അകത്താക്കും. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മേഡം. ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചതാ. അബദ്ധോ? നല്ല കാര്യമായില്ല. എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയതാണോടോ അബദ്ധം? നിങ്ങൾ മാത്രമല്ല, ഇത് ചെയ്യിച്ചവളായിരിക്കും ഒന്നാം പ്രതി. മാഡം പൈസ തന്നപ്പോ അറിയാതെ പറ്റിപ്പോയതാ. ഞങ്ങളെ രക്ഷിക്കും മാഡം. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കേ എന്ന് പറഞ്ഞാൽ ഇനിയും നിങ്ങൾ ഇത് ആവർത്തിക്കും. അപ്പൊ ഞാൻ ക്ഷമിക്കണ്ടെന്ന് അർത്ഥം അല്ലേ? ആ പെണ്ണ് വന്ന് കുടുംബം രക്ഷിക്കാനാണെന്നൊക്കെ പറഞ്ഞ് പണം വെച്ച് നീട്ടിയപ്പോ ഞാൻ വീണുപോയി. ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തവരാ മാഡം ഞങ്ങള്. മാഡം കേസിനൊക്കെ പോയാ ഞങ്ങളുടെ മോൻ വഴിയാതാരായി പോവും. ഒരല്പം ദയാണ്.